അസ്സലാമു അലൈക്കും. ഇന്ന് തേങ്ങ വറുത്തരച്ച ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അതിൽ കുക്കറിൽ 2 കിഴങ്ങ്, കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചൊന്ന് ഉടച്ചാൽ കറി നല്ല കുറുകി കിട്ടും. പിന്നെ പച്ചക്കറികൾ മുരിങ്ങാക്കായ, കായ, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, കിഴങ്ങ്, ഒരു കഷ്ണം മത്തൻ, വെണ്ടക്ക, 2 പയറ്, ഒരു ചെറിയ കഷ്ണം കൈപ്പക്ക, തക്കാളി, പുളി. ഈ കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഉടച്ചെടുക്കുക. ഇനി വെണ്ടക്ക വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒപ്പം വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. കായന അങ്ങനെ ഇട്ട് കൊടുക്കല, അത് വേകുമ്പോൾ അത് അലിഞ്ഞു പോയിക്കോളും. പിന്നെ സാമ്പാർ പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. സാമ്പാർ പൊടി കുറച്ച് കൂടുതലെടുക്കുക. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പുളി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം എത്ര ആവശ്യം അത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നതോടുകൂടി കുക്കർ ഓഫാക്കാം. ഒരു വിസിൽ അടിച്ച് കഴിയാൻ നിൽക്കണ്ട, അപ്പോഴേക്കും ഓഫാക്കുക. എന്നിട്ട് കാറ്റ് പോയ ശേഷം തുറന്നാൽ മതി. ഇനി ഒരു അരമുറി തേങ്ങ അതിലേക്ക് വറുക്കാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലും ചെറിയ ഉള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി എന്നിവ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കാം. കാറ്റൊക്കെ പോയിട്ട് കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചെടുക്കാം. തിള വരുന്നതോടുകൂടി തീ ഓഫാക്കാം. വറവിടാം. വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളക്, കറിവേപ്പില എന്നുകൊണ്ട് വറവിടാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാകണം കേട്ടോ.